Hello dear aspirants, welcome back to EduPod. Actually, I video ചെയ്യുന്നത് പല സ്റ്റുഡൻസും എൻ്റെ ചോദിക്കുന്ന മെസ്സേജിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് കാണുമ്പോൾ ആസ്പിറൻസ് ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ആദ്യത്തെ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ളതാണ് എക്സ്പെഷ്യലി ചോദിക്കുന്നത്. ആദ്യത്തെ 3 മാസമായി ഞാൻ തുടങ്ങിയിട്ട് എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ മാർക്ക് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമിൽ നല്ല മാർക്ക് ഉണ്ടാവും, മറ്റൊരു എക്സാമിൽ ഭയങ്കരമായിട്ട് താഴോട്ട് പോകും എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ മാർക്ക് ഫ്ലക്ച്വേറ്റിംഗ് ആകുന്നത്, എപ്പോഴാണ് ഇത് റെഡി ആകുക എന്നുള്ളതൊക്കെ ഞാൻ ആക്ച്വലി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ 3 മാസങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നമ്മൾ പുതുതായിട്ട് ഒരു കോൺസെപ്റ്റുകൾ പഠിക്കുകയാണ്. അത് കുറച്ചുകൂടെ സങ്കീർണമായിട്ടുള്ള, കുറച്ചുകൂടെ ഒരു കോൺസെപ്ഷ്യലി കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്തായാലും ഉണ്ടാകും. സോ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പുതുതായിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ പഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതുതായിട്ടാണ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യനുകൾ സോൾവ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലൂടെ ആ ഒരു ചോദ്യങ്ങൾ അനലിറ്റിക്കൽ സ്കില്ല് സാധനങ്ങൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. ആ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം സ്കില്ലുകളും മറ്റുമൊക്കെ. പിന്നെ മറ്റൊന്ന് പറയുന്നത്, നമ്മൾ പരീക്ഷകൾ എഴുതുന്നത്, അതായത് ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസും രീതിക്കും ഡിസ്ക്രിപ്റ്റീവ് എക്സാമും തമ്മിൽ ആക്ച്വലി നല്ല ഡിഫറൻസുകൾ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അതോടൊപ്പം തന്നെ എക്സാം പ്രഷർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് ചില എക്സാമുകളിൽ നന്നായിട്ട് മാർക്ക് കുറയും, ചില എക്സാമുകളിൽ എന്ത് ചെയ്യും കുറച്ചുകൂടെ മാർക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്ക് കുറഞ്ഞിട്ട് പിന്നെ പോകുന്ന അടുത്ത എക്സാമിലേക്ക് നമുക്ക് നല്ലൊരു പ്രഷറും സാധനങ്ങളും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ രീതിക്ക് പരീക്ഷാ ഹാളിലെ സമ്മർദ്ദം എങ്ങനെ നിയന്ത്രിക്കാമെന്നും ഒക്കെയാണ് ആക്ച്വലി നമ്മൾ ആദ്യത്തെ ഒരു 3 മാസങ്ങളിൽ പഠിക്കേണ്ടത് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആക്ച്വലി നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ഒരു ഗ്രോത്ത് അല്ല ഉണ്ടാവുക എന്നുള്ളതാണ്. ചില എക്സാമുകളിൽ നമുക്ക് മാർക്ക് കുറയും, ചില എക്സാമുകളിൽ മാർക്ക് കൂടും, അങ്ങനെ പോയി. ബട്ട് ഫൈനലി നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു അൾട്ടിമേറ്റ് മാർക്കിലേക്ക്, ആ ഒരു സ്റ്റേബിൾ പൊസിഷനിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലീനിയർ ഗ്രോത്ത് നിങ്ങൾക്ക് ഒരു അൾട്ടിമേറ്റ് ഒരു ആവറേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കാം മാർക്ക് കുറയുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഡിഫറെൻറ്റ് ഡിഫിക്കൽട്ടി. ചിലപ്പോൾ ചില എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ അധികം ഒന്നും പഠിക്കാണ്ട് പോയിട്ട് നിങ്ങൾക്ക് ഒരുപാട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. കാരണം എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ പഠിച്ചു തന്നെ ചിലപ്പോൾ വന്നേക്കാം. മറ്റൊന്ന് എന്ന് പറയുന്നത്, നിങ്ങൾ അന്നിട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ഫാക്കൾട്ടി എന്ന് പറയുന്നത്, ഓരോ ഫാക്കൾട്ടികളും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചില ഫാക്കൾട്ടീസ് നല്ല ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ഇടുമ്പോൾ ചില ഫാക്കൾട്ടീസ് അത്രയും ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ഇടാറില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ ടഫ് ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുക എന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ, ചില ഏരിയകളിൽ, ഇപ്പോൾ മെക്കാനിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സിലൊക്കെ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പക്ഷേ മോഡേൺ ഫിസിക്സിലൊക്കെ കാര്യം വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീക്ക് ആയിരിക്കും, ചിലപ്പോൾ നേരെ തിരിച്ചിട്ടും. അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ ചില ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ടഫ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുക എന്നത്. ചിലതെന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ടോപ്പിക്ക് പൂർണ്ണമായിട്ട് പഠിച്ച് തീർന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ എക്സാം നെർവസ്നെസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരു എക്സാം എഴുതിയിട്ട് നിങ്ങൾ ആ ഒരു എക്സാമിൽ മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ട് പിറ്റേത്തെ എക്സാമിന് ഭയങ്കരമായിട്ട് നെർവസ് ആയി, ആൻസൈറ്റിയും ആ ഒരു കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞേക്കാം. അപ്പോൾ ലോ സ്കോർ എന്ന് ആക്ച്വലി ഡസൻ മീൻസ് നിങ്ങൾ താഴോട്ടാണ് എന്നുള്ളതല്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ പല തെറ്റുകൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. സോ ആ തെറ്റുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ തിരുത്തേണ്ടതുണ്ട് എന്നാണ് ആക്ച്വലി നിങ്ങളുടെ സ്കോർ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നത്. പിന്നെ തുടക്കത്തിലുള്ള പല സ്റ്റുഡൻസും ചെയ്യുന്ന പല മിഥ്യാധാരണകളുമാണ് ആക്ച്വലി ആദ്യം തന്നെ അത് തീരുമാനിക്കും എനിക്ക് ഈ പരീക്ഷ കിട്ടില്ല എന്ന് കരുതുക എന്നത്. അപ്പോൾ തന്നെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ അതിനു വേണ്ടി എഫേർട്ട് ഇടുക എന്നുള്ളത് പാർട്ടിൽ നിന്ന് നിങ്ങളുടെ എഫേർട്ടിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് താഴോട്ട് പോവുകയും നിങ്ങൾ ഭയങ്കരമായിട്ട് ആ ഒരു പഠിത്തത്തിൽ ഫോക്കസ്ഡ് ആവില്ല. അപ്പോൾ ഇനീഷ്യലി തന്നെ ആ കിട്ടൂല എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന എഫേർട്ട് മാക്സിമം ഞാനിടും എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതൊരു പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയി മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കുറഞ്ഞ മാർക്ക് കൊണ്ട് പഠനം നിർത്തുക എന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു വെച്ചാൽ എനിക്ക് എന്നെ കൊണ്ടൊന്നും തിരിച്ചു വരാൻ പറ്റൂല, കംബാക്ക് ഒന്നും നടത്താൻ പറ്റൂല, മെല്ലെ ഞാൻ എന്നെ കൊണ്ട് ഇത് പറ്റുന്ന പരിപാടിയല്ല എന്നുള്ള രീതിയിൽ തീരുമാനിക്കുക എന്നുള്ളത്. പിന്നെ
ഏറ്റവും മോശം കാര്യമാണ് ഞാൻ ഇത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട്, അവൻ അത്ര മണിക്കൂറേ പഠിക്കുന്നുള്ളൂ, പക്ഷെ അവന് നല്ല മാർക്ക് എന്നുള്ള രീതിക്ക് അങ്ങനെ. അല്ലെങ്കിൽ ആദ്യം ഇനീഷ്യലി ഞാൻ 4ാമതായിരുന്നു, അവന് 8ാമതായിരുന്നു, അവനിപ്പോൾ 3ാമതെത്തി, ഞാനിപ്പോഴും താഴോട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവന്റെ മാർക്കും ഇവന്റെ മാർക്കൊക്കെ വെച്ച് കമ്പയർ ചെയ്യാന്നുള്ള ഇത് ഭയങ്കര മോശം തിങ്കാണ്. ആക്ച്വലി നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് നിങ്ങളുമായിട്ടാണ്. നിങ്ങൾ ഇന്നലെ ചെയ്തതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇന്ന് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഇന്നലെ ചെയ്തതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ആക്ച്വലി നോക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് മന്തിലുള്ള ഞാനും ഇന്നുള്ള ഞാനും തമ്മിൽ ആ ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് പാത്തിലാണ് എന്നാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. ഏതൊരു ടോപ്പർ എന്ന് പറയുന്ന ആളും ഇനീഷ്യലി ഒരു ബിഗിനർ ആയിരുന്നു എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ എന്താണ് ഈ സമയത്ത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് നിങ്ങൾക്ക് പല എക്സാമുകളിലും കാര്യങ്ങളിലും ഒക്കെ ഇങ്ങനെ മാർക്ക് കുറയുന്നു എന്ന് പറയുന്ന ആ തെറ്റുകൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റുകൾ, അത് എവിടെയാണ് തെറ്റുകൾ സംഭവിക്കുന്നത്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ച് ആലോചിക്കുക. പിന്നെ വീക്കായ ടോപ്പിക്കുകൾ കണ്ടെത്തുക. ചിലപ്പോൾ നിങ്ങൾ ഫ്രീക്വൻലി ചില ക്വസ്റ്റ്യനുകളായിരിക്കും, ചില ഏരിയകളിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും തെറ്റിക്കുന്നുണ്ടാവുക. ആ ക്വസ്റ്റ്യനുകൾ, ആ ഏരിയകൾ എന്ത് ചെയ്യുക, ആ ഒരു വീക്കാണ് എന്നുള്ളത് എഴുതി വെക്കുകയും അത് പിന്നീട് മാക്സിമം റിവൈസ് ചെയ്യേണ്ട ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ കൺസിസ്റ്റൻസി ഇല്ലായ്മ. ഒരു പക്ഷേ നിങ്ങൾ ഒരു ദിവസം ചിലപ്പോൾ 10 മണിക്കൂർ പഠിക്കും, പക്ഷെ പിറ്റേ ദിവസം തീരെ അല്ലെ 2 മണിക്കൂറിലൊക്കെ ഒതുക്കും. ആ രീതിക്ക് പഠിക്കാതെ മാക്സിമം എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് ഇടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി JEE ഒക്കെ പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞു, മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഏർലി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഒരുപക്ഷെ 10ാം ക്ലാസ്സിലേക്ക് അതിന് മുമ്പേ JEE പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ ഇന്ന് കേരളത്തിൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഒരാൾ ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ വേറൊരാൾ റിപ്പീറ്റർ ആയതിനു ശേഷമായിരിക്കും ആദ്യമായിട്ട് JEE കുറിച്ച് കേൾക്കുന്നത് പോലും. അപ്പോൾ നിങ്ങൾ പലരും പല ഡൊമൈനുകളിൽ പല വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, എന്നെ കൊണ്ട് പറ്റാവുന്നതെന്ന് പറയുന്നത് മാക്സിമം എഫേർട്ട് ഈ സമയത്ത് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിക്കാതെ ഇപ്പം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. പിന്നെ ഓരോ കുട്ടിയും എന്ന് പറയുന്നത് യുണീക്കാണ്, പഠന രീതിയും സാധനങ്ങളും ഒക്കെ യുണീക്കാണ്. ഇപ്പം ഞാൻ പറയുന്നത് തന്നെ ആക്ച്വലി നിങ്ങൾ മുഴുവനായിട്ടും ഇതാകണം എന്ന് ഞാൻ പറയൂല. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യുക എന്നാണ് ഞാൻ ആക്ച്വലി പറയുക. കാരണം പേഴ്സൺ ടു പേഴ്സൺ എല്ലാ കാര്യങ്ങളും വേരി ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ ഫോക്കസ് ഓൺ, ഞാൻ പറഞ്ഞതുപോലെ ഫോക്കസ് ഓൺ നിങ്ങളുടെ ഗ്രോത്തിൽ മാത്രമായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇന്നലെയുള്ള ഞാൻ ഇന്നത്രത്തോളം ബെറ്റർ ആവുന്നത്, അതായത് നമ്മൾ 1% ഇമ്പ്രൂവ്മെന്റിലൊക്കെ പറയുന്ന പോലെ ഓരോ ദിവസവും 1% ഇമ്പ്രൂവ്മെന്റ്, അതായത് അറ്റോമിക് ഹാബിറ്റ്സിലൊക്കെ പറയുന്നത് പോലെ. പിന്നെ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഒന്ന് ഇംപ്രൂവ്മെന്റ് ടേക്സ് ടൈം എന്നാണ്. അതായത് നമ്മൾ പയ്യെ ഒരു ചെറിയ അതായത് നമ്മൾ 1.1/365 എന്ന് പറയുന്നത് 1 ആണെങ്കിലും 1.01, അതായത് ചെറിയൊരു മാറ്റമേ വന്നിട്ടുള്ളൂ. 1.01/365 എന്ന് പറയുന്നത് ഇതിനേക്കാൾ 37.7 ടൈംസ് ഇരട്ടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് പയ്യെ വന്നോളും എന്നുള്ള ആ ഒരു കോൺഫിഡൻസോടുകൂടെ നിൽക്കുക. ഞാൻ മാക്സിമം എഫേർട്ടിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുക. ദെൻ ലോ സ്കോർ ആർ ടെമ്പററി. ഇപ്പം കുറച്ച് സ്കോർ കുറഞ്ഞാലും ഞാൻ പയ്യെ ലാസ്റ്റിലേക്ക് അടിച്ചു കയറി വരും എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ബീറ്റ്സ് ടാലന്റ് എന്നാണ്. ആക്ച്വലി നിങ്ങൾ ഒരുപാട് ടാലന്റ് ഉണ്ടായി എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ JEE എക്സാം പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എഫേർട്ട് എന്ന് പറയുന്ന സാധനം, എഫേർട്ട് നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ്. പിന്നെ ആസ്ക് യുവർ സെൽഫ്, ഇന്ന് ഞാൻ ഓരോ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ തന്നെ ചോദിക്കുക, ഈ ദിവസം എനിക്ക് റിഗ്രറ്റ് ഇല്ലേ, ഞാൻ റിഗ്രറ്റ് ഇല്ലാത്ത രീതിയിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടോ, ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള സാധനം ഇടാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ദെൻ ഒരു 2-3 മാസം കൊണ്ട് ആരും ടോപ്പർ ആകുന്നില്ല. ആക്ച്വലി ഇതൊരു പ്രോസസ്സാണ്. എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് പ്രോസസ് എന്നാണ് പറയുക. പ്രോസസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക, ജസ്റ്റ് ആ ഒരു രീതിക്ക് നോക്കുക. ദെൻ പഠന രീതിയിൽ വിശ്വസിക്കുക. എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ രീതിക്ക് ഞാനൊരു മാറ്റം കൊണ്ടുവന്നാൽ നന്നാവും എന്ന് തോന്നുവാണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ ആ ഒരു രീതിക്ക് കൊണ്ടുപോവുക.
പിന്നെ പേഷ്യൻസ്, അതായത് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ട് പോയിട്ട് എക്സാമിന് അത്രയും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ക്ഷമയോടുകൂടെ കാത്തിരിക്കുക. പിന്നെ ഓരോ എക്സാമുകളിലും സംഭവിക്കുന്ന ഓരോ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ ദിവസവും മുടങ്ങാതെ പഠിക്കുക. ദെൻ ആദ്യമായിട്ട് എപ്പോഴും എന്ന് പറയുന്നത് പല സ്റ്റുഡൻസും ഇനീഷ്യൽ സ്റ്റേജിൽ താഴോട്ടാണെങ്കിലും ആ ഒരു കൺസിസ്റ്റന്റ് എഫേർട്ട് കൊണ്ട് ഒരുപാട് മുകളിലേക്ക് വന്ന ഒരുപാട് പേരെ എനിക്കും പരിചയമുണ്ട്. അപ്പോൾ ആക്ച്വലി എന്ന് പറയുന്നത് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു എന്നുള്ളതാണ്. സോ എഫേർട്ട് ഇടാൻ തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഫൈനലി പറയാനുള്ളത്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.